പഴയ MLAയുടെ പേര് നന്നാക്കുന്ന MLA ആയി താങ്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ന് കേരളത്തിനകത്ത് ആധുനികമായ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പം താൽക്കാലികമായി എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ച് റോഡ് ക്ലീൻ ചെയ്ത് പോകുന്നതിന് മഴക്കാലത്ത് ഉപയോഗിക്കാവുന്ന സാധുനിക സജ്ജീകരണങ്ങൾ ഇന്ന് കേരളത്തിനകത്ത് ലഭ്യമാണ്. അത് കൊണ്ടുവന്ന് ആ റോഡിൽ സുഗമമായ യാത്രക്ക് തൽക്കാലം 1 മാസത്തിനോ 1.5 മാസത്തിനോ സുഗമമായ യാത്രക്ക് ആവശ്യമായ താൽക്കാലികമായ സംവിധാനം ഒരുക്കാവുന്നതല്ലേ? ഇത് ഒരുക്കുന്നതിന് വേണ്ടി കൊണ്ടോട്ടി നഗരത്തിലെ അതിശക്തമായ വാഹന ബ്ലോക്കും റോഡ് നിർമ്മാണത്തുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കൊണ്ടോട്ടിയിലെ 10,000-കണക്കിന് മനുഷ്യരെ മാത്രമല്ല, ഇതുവഴി യാത്ര ചെയ്യുന്ന കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ മനുഷ്യരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം കഴിഞ്ഞ ഏകദേശം 2-3 മാസക്കാലമായി കൊണ്ടോട്ടി നഗരത്തെ പ്രയാസപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ടോട്ടിയുടെ MLAയോടാണ്. നിങ്ങളെവിടെയാണ്? നിങ്ങൾ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ശേഷം എത്ര ആഴ്ചകൾ കഴിഞ്ഞു പോയി? നിങ്ങളെവിടെയാണ്? നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ഇടപെടലാണ് നടത്തിയത്? നോക്കൂ, കൊണ്ടോട്ടി നഗരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ 2 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഒന്ന്, കൊണ്ടോട്ടിയുടെ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് NHൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഓട നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്ന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഉൾപ്പെടെയുള്ള വിഷയം. ഈ 2-3 വിഷയങ്ങൾ ചേർന്നതാണ് കൊണ്ടോട്ടിയുടെ ഈ വെള്ളക്കെട്ടിനും ഈ യാത്രാ ദുരിതത്തിനുമുള്ള കാരണം. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാ? ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് കൊണ്ടോട്ടിയുടെ MLA ആണ്. ആദരണീയനായ MLAയോട് ഞങ്ങൾ സ്നേഹപൂർവ്വം ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് സർ? നിങ്ങൾക്ക് എന്താണ് പണി? ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കാൻ പോലും താങ്കൾക്ക് ഈ സമയമില്ലെങ്കിൽ താങ്കൾ എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല ഏൽക്കാൻ വേണ്ടി പോയത്? TV ഇബ്രാഹിം MLA ഉണ്ടായിരുന്ന കാലത്ത് അതിരൂക്ഷമായ വിമർശനം കേട്ട ഒരു വിഷയമാണിത്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് മാറി മത്സരിക്കേണ്ടതിലെ കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്, ഇതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. TV ഇബ്രാഹിം പണ്ടൊരു കഥ പറഞ്ഞതുപോലെ, തോണിക്കാരൻ്റെ മകൻ തോണിക്കാരൻ്റെ പേര് നന്നാക്കി എന്ന് പറഞ്ഞതുപോലെ പഴയ MLAയുടെ പേര് നന്നാക്കുന്ന MLA ആയി താങ്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ന് കേരളത്തിനകത്ത് ആധുനികമായ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പം താൽക്കാലികമായി എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ച് റോഡ് ക്ലീൻ ചെയ്ത് പോകുന്നതിന് മഴക്കാലത്ത് ഉപയോഗിക്കാവുന്ന സാധുനിക സജ്ജീകരണങ്ങൾ ഇന്ന് കേരളത്തിനകത്ത് ലഭ്യമാണ്. അത് കൊണ്ടുവന്ന് ആ റോഡിൽ സുഗമമായ യാത്രക്ക് തൽക്കാലം 1 മാസത്തിനോ 1.5 മാസത്തിനോ സുഗമമായ യാത്രക്ക് ആവശ്യമായ താൽക്കാലികമായ സംവിധാനം ഒരുക്കാവുന്നതല്ലേ? ഇത് ഒരുക്കുന്നതിന് വേണ്ടി ഗെയിൽ പൈപ്പ് ലൈനിൻ്റെയും NHൻ്റെയും നഗരസഭയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംയുക്ത യോഗമെങ്കിലും വിളിച്ചു ചേർത്ത് അതിനകത്തൊരാലോചന നടത്താൻ പോലും ആദരണീയനായ MLAക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. പൊതുജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടിയന്തരമായി MLA കൊണ്ടോട്ടി ടൗണിലെ വിഷയത്തിൽ ഇടപെടണം. ഇവിടെ ഏതെങ്കിലും ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ സാംസ്കാരിക സാഹിത്യ മേഖലകൾ ഇടപെടുന്നതോ ഒന്നും വേണ്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി മാത്രമല്ല ഒരു MLA ഉള്ളത്. MLA ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാവണം. അതുകൊണ്ട് കൊണ്ടോട്ടി MLA അടിയന്തരമായി കൊണ്ടോട്ടിയിൽ വരണമെന്നും കൊണ്ടോട്ടിക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് കൊണ്ടോട്ടി വേദിയാകും. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.